ചപ്പാത്തിയാണ്. അപ്പം അതിനൊരു കറി വേണം. ഞാൻ നോക്കിയപ്പം പച്ചക്കറി ഒന്നുമില്ല. പിന്നെ ഉള്ള വെജിറ്റബിൾ വെച്ചിട്ട് ഞാനൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ ഒരുങ്ങുവാണ്. അപ്പോൾ ആദ്യം ഒന്ന് കഴുകി പച്ചക്കറി ഞാൻ കഴുകി കുക്കറിലോട്ട് ഇടുകയാണ്. അപ്പം നോക്കിയപ്പം ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഉള്ള പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഉപ്പ് സാധാരണ ഉപ്പ് പൊടിയാണ്, പക്ഷെ ഞാൻ ഉപ്പ് കലക്കി അതിൻ്റെ ഉപ്പുനീരാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉപ്പിലും എല്ലാം കെമിക്കലാണ്. എണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് ആയിക്കോളൂ. എന്നിട്ട് ഞാൻ അടച്ച് അടുപ്പിലോട്ട് വെക്കുകയാണ് ഇത് വേകാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ചുമന്നുള്ളി, വെളുത്തുള്ളി, പെരുംജീരകം, വെളുത്തുള്ളി, ഇത്രയും കൂടെ ഞാൻ ഇത് കുക്കർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർക്കാൻ പോവാണേ. മസാലപ്പൊടി ഇടുവാണേ. ഇനി ഇത് താളിക്കണം. താളിക്കാൻ പോവാണേ. ആദ്യം കടുക് ഇടുവാണേ. പിന്നെ ഉണക്കമുളക് ഇട്ടാൽ നല്ലതാണ്, പക്ഷെ എൻ്റെ അടുത്ത് അത് തീർന്നു പോയി. ഇത് ഉള്ളിയാണ്, ചെറിയ ഉള്ളി അരിഞ്ഞത്. ഞങ്ങൾക്ക് കറിവേപ്പിലയില്ല. ഞാൻ 1 മാസമായി വാങ്ങി വെച്ച കറിവേപ്പിലയാണ് ഫ്രിഡ്ജിനകത്ത്. ഉണങ്ങിയ ടിന്നെടുക്കുക, എന്നിട്ട് കറിവേപ്പില ഇങ്ങനെ തണ്ടോടടത്തി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് ഒഴിക്കുക. അപ്പം നമ്മുടെ കുറുമ റെഡിയായി. ചപ്പാത്തിക്കുള്ള കുറുമ.